ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ നാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക ഒന്ന് നമുക്കും ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബൺ മസ്ക കഴിക്കാനുള്ള ഒരു യാത്രയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചെറായിലാണെങ്കിൽ ഇപ്പോൾ ബൺമുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ നോക്കിയാലും ബൺ മസ്കയാണ്. ചെറായിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം അല്ലേ ഇത്. അപ്പം നമ്മളിന്ന് ചെറായി, ഏതായാലും ചെറായി ബൺമുക്കായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് നമുക്കൊന്ന് ചെറായി വരെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ. അവിടെ പോകുന്ന വഴിക്കൊക്കെ ബൺ മസ്കയായിരുന്നു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ തീർന്നു പോയായിരുന്നു. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്ത് ചെന്നു. അവിടെയാണെങ്കിൽ ഇത്താത്തമാരായിരുന്നു കേട്ടോ ബൺ മസ്ക വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്താത്തമാരുടെ അടുത്താണെങ്കിൽ 3 ഫ്ലേവറും ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുനാഫ, പിസ്ത ഫ്ലേവറിലുള്ള കുനാഫ ബൺ മസ്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുനാഫ പിസ്ത ആണ് നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്താത്തമാരാണെങ്കിൽ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ച് നല്ല സെറ്റാക്കിയിട്ട് തന്നു കേട്ടോ. അവിടെ ഇറാനി ടീയും ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ ടീയും ഉണ്ട്. നമ്മൾ ഇറാനി ടീ ഒന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. നമ്മൾ നോർമൽ ടീ ആണ് ട്രൈ ചെയ്തത്. അങ്ങനെ ഇതാണ് നമ്മുടെ കുനാഫ പിസ്ത ബൺ മസ്ക, പിസ്ത ഫ്ലേവറിലുള്ളത്. അപ്പം നമ്മളിതേ നോക്കി നല്ലോണം ക്രീമൊക്കെ അടിപൊളിയായിട്ട് തേച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ചേട്ടായി അത് കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല, ബണ്ണിൻ്റെ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ചേട്ടായാണ് നമ്മുടെ ഇന്നത്തെ ടെസ്റ്റർ. അപ്പോൾ ചേട്ടായി അതൊക്കെ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.